ഈശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്ന് ആത്മീയ ഭോജ്യത്തിൽ വിചിന്തനം ചെയ്യുന്നത് നിന്റെ ശക്തി ഭക്ഷണത്താൽ വരുന്നതോ കൃപാവരത്താൽ വരുന്നതോ. ഇത് ദൈവത്തിൻ്റെ ഒരു വചനം ആസ്പദമാക്കി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അത് ഹെബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഭക്ഷണത്താലല്ല കൃപാവരത്താൽ നിങ്ങൾ ശക്തരാകണം. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ചില വ്യക്തികൾ ഭക്ഷിച്ച് അവശരായവർ, തളർന്നു പോയവർ. ഞാൻ വിദേശത്ത് അമേരിക്കയിൽ ഒരിക്കലൊരു ബുഫേ റെസ്റ്റോറൻറ്റ്, ഓൾ യു ക്യാൻ ഈറ്റ്, അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റിൽ വന്ന ഒരു കറമ്പൻ, ഒരു ബ്ലാക്ക് മാൻ. അദ്ദേഹം ഭക്ഷിച്ച് അവസാനം പുള്ളി ചോദിച്ചൊരു കാര്യം, ഇവിടെ എവിടെയെങ്കിലും ഒരു കട്ടിലുണ്ടാവുമോ, എന്താ ഇവിടെ തന്നെ കിടന്നുറങ്ങാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ അതുപോലെ ഭക്ഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം അവശനായി മാറിയതുപോലെയായി. ഇങ്ങനെ ഒരു വീട്ടിലവരിങ്ങനെ ഭക്ഷണം കഴിച്ച് അല്പം ഓവറായിട്ട് അപ്പൻ ഭക്ഷണം കഴിച്ചപ്പോൾ സൂചിപ്പിച്ച ഒരു കാര്യം, ഇനി എന്നെ കാശിന് കൊള്ളില്ല. എന്താ ഡാഡി? ഞാൻ ഭക്ഷണം കഴിച്ച് വശക്കേടായിപ്പോയി. ഉടനെ അവരുടെ മകള്, ഈ ഇംഗ്ലീഷാണ് പരിചയം, മലയാളം അത്ര പരിചയമില്ല, എന്നാലും അവർക്ക് മനസ്സിലായി വശക്കേടെന്ന ആ ഒരു പദം. ഉടനെ അവള് സൂചിപ്പിച്ചൊരു കാര്യം, ഐ ആം വശക്കേട്ടു എന്ന് പറഞ്ഞാൽ ഞാനും ഏതാണ്ട് ആ അവസ്ഥയിൽ തന്നെയാണ്. രണ്ടുപേരും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. ഉടനെ ഞാൻ പറഞ്ഞ ചിലര് ഭക്ഷണം കഴിച്ച് അവസാനം വശക്കേടാകുന്ന അല്ലെങ്കിൽ തളർന്നു വീഴുന്നത് പോലത്തെ അവസ്ഥകൾ. പക്ഷേ കൃപാവരത്താൽ ശക്തരാകുന്നത് അതിൽ നിന്നും വ്യത്യസ്തമാണ്. ഈ വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ആ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കാനായിട്ട് പരിശ്രമിക്കാം. ഹെബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വചനം, ഭക്ഷണത്താലല്ല കൃപാവരത്താൽ ഹൃദയം ശക്തമാക്കുന്നതാണ് ഉചിതം. ഉചിതമായ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഭക്ഷണത്താൽ ശക്തരാകുന്നതിനേക്കാൾ കൃപാവരത്താൽ ഹൃദയത്തെ ശക്തമാക്കണം. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല. കൃപാവരം സ്വന്തമാക്കുന്നവര് കൃപാവരത്തിൽ വളരുന്നവരാണെങ്കിൽ അവർക്ക് അതുകൊണ്ട് ഒരുപാട് ഫലമുണ്ടാവും, പ്രയോജനമുണ്ടാകും. ഭക്ഷണത്തിൽ ആശ്രയിക്കുന്നവർക്ക് അതുണ്ടാവണമെന്നില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ കുറെ തിന്ന് ജീവിച്ചാൽ മതിയോ? അതിനേക്കാൾ പ്രധാനപ്പെട്ടതല്ലേ പ്രാർത്ഥിച്ച് കൃപാവരം ഏറ്റെടുത്ത് ജീവിക്കുന്നത്? കൃപയുടെ നിറവുള്ള വ്യക്തിയായിട്ട് മാറണം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 27 മുതൽ വായിക്കുമ്പോൾ ഗബ്രിയേൽ ദൂതൻ കൈകൂപ്പി മറിയത്തിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞ ഒരു കാര്യം, അവളുടെ സൗന്ദര്യത്തെക്കുറിച്ചല്ല, ആരോഗ്യത്തെക്കുറിച്ചല്ല, സമ്പത്തിനെക്കുറിച്ചുമല്ല. കൃപ നിറഞ്ഞ മറിയമേ സമാധാനം. കൃപയുടെ നിറവുള്ള വ്യക്തിയായിരുന്നു പരിശുദ്ധ കന്യകാമറിയം എന്നുള്ളത് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതാണ്ട് അതുപോലെ ദൈവം നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഭക്ഷണത്താൽ ശക്തരാകുന്നതിനേക്കാൾ കൃപാവരത്താൽ നമ്മൾ ശക്തരാകണം. ഒന്ന് ചിന്തിച്ചാൽ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാനും കറക്റ്റ് ഡയറ്റ് നോക്കാനും അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഇനി അത്രയും ശ്രദ്ധ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്, കൃപയിൽ വളരുന്ന കാര്യത്തിന് നമ്മൾ നൽകാറുണ്ടോ എന്ന് ഒന്ന് വിചിന്തനം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. രണ്ടാമതൊരു വചനം നമുക്കെടുക്കാം. റോമാലേഖനം 14-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വചനം. റോമ 14-17. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല. നമുക്ക് ദൈവരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണ് നമ്മൾ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പ്രധാനപ്പെട്ടത് ഭക്ഷണവും പാനീയവും ആകരുത്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ആധ്യാത്മിക ജീവിതം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവും. നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. ഭക്ഷണകാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന അത്രയെങ്കിലും ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധയുള്ളവരാണോ? നീതിപൂർവ്വം ജീവിക്കാൻ, സമാധാനപൂർവ്വം ജീവിക്കാൻ, ആത്മീയ ആനന്ദത്തോടുകൂടി ജീവിക്കാൻ, അതിൻ്റെ വഴികൾ മനസ്സിലാക്കി ആ വഴികളിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ സന്നദ്ധരാകാറുണ്ടോ? മൂന്നാമതൊരു വചനം കൂടി നമുക്ക് എടുക്കാം. അതാണ് പ്രഭാഷകൻ 31-ന്റെ 21 മുതൽ വായിക്കും. അമിതാഹാരവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 37-ാം അധ്യായം പ്രഭാഷകൻ 37-ന്റെ 30-ാമത്തെ വചനം കൂടി എടുക്കുകയാണെങ്കിൽ ഒരു ലിസ്റ്റ് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിനക്ക് ഉറക്കയില്ലായ്മ, ദഹനക്ഷയം, ദഹിക്കാത്ത അവസ്ഥ, അതുപോലെ തന്നെ രോഗാവസ്ഥ, അകാല മരണം, ഇതെല്ലാം സംഭവിക്കാം ഓവർ ഈറ്റിംഗ്, അമിതമായിട്ട് ഭക്ഷിച്ചാൽ. എങ്ങാനും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഛർദ്ദിച്ചു കളയുക എന്ന് പോലും ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. കൃപാവരം ലക്ഷ്യമാക്കി ജീവിക്കുന്ന, കൃപാവരത്തോടെ ജീവിക്കുന്ന വ്യക്തികൾ ഒരിക്കലും അമിതാഹാരത്തിലേക്ക് അവർ പോകത്തില്ല. അല്ലാതെ തന്നെ അവർ വളരെ സന്തോഷമായിട്ട് സമാധാനത്തോടു കൂടി ആത്മീയ ആനന്ദത്തോടു കൂടി ജീവിക്കുന്ന വ്യക്തികളായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ ഭക്ഷണം നൽകുന്ന ഒരു സന്തോഷം അത് അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യം ആകത്തില്ല. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, കൃപയില്ലാതെ ഭക്ഷണം കഴിക്കുന്ന വ്യക്തികളെ ഒരുപക്ഷെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. കൃപയില്ലാത്ത ചിലരുടെ ഭക്ഷണം കഴിപ്പ് കണ്ടാൽ തന്നെ അറിയാം ഒരു കൃപയില്ലാത്ത ഒരു അവസ്ഥയാണ്. കൃപയുള്ളവരാണെങ്കിൽ അവർക്ക് ആ രീതിയിൽ പോകാൻ പറ്റത്തില്ല. അത് ഞാൻ പറഞ്ഞ പോലെ ചിലരുടെ ആ കഴിപ്പ് രീതികൾ, ഭക്ഷണത്തോടുള്ള മനോഭാവം, ഭക്ഷണത്തോടുള്ള സമീപനം, അങ്ങനെയുള്ള
കാര്യങ്ങളിൽ നിന്നെല്ലാം ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ചിലരെ നയിക്കുന്നത് കൊതിയാണ്. കൊതി, ആവശ്യത്തിനുള്ള ഭക്ഷണം കിട്ടണം എന്നതിനേക്കാൾ ഒരു കൊതി. ഇനി ആ കൊതിയോടുകൂടി ഭക്ഷണത്തെ സമീപിക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ളവർക്ക് ആത്മനിയന്ത്രണം ഉണ്ടാകണമെന്നില്ല. ഇങ്ങനെയുള്ളവർ മറ്റുള്ളവരുടെ മുമ്പിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഡീസൻസി ഒന്നും നോക്കണമെന്നില്ല. നമുക്ക് ചുമ്മാ കുറേ വാരി വലിച്ച് തിന്നുക എന്നതിനേക്കാൾ ഡീസൻ്റായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റണം. ഡീസൻ്റായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പെരുമാറാൻ നമുക്ക് സാധിക്കണം. അതിന് കൃപാവരം നമുക്ക് ആവശ്യമാണ്. കൃപയില്ലാത്ത ഒരു ഭക്ഷണ രീതിയല്ല നമുക്കുണ്ടാകേണ്ടത് എന്ന് മനസ്സിലാകണം. ഒരു ഭാര്യ സൂചിപ്പിച്ചൊരു കാര്യമാണ്, എൻ്റെ ഭർത്താവ് ആവശ്യത്തിന് കഴിച്ചു കഴിയുമ്പോൾ ഞാൻ പിന്നെ ബാക്കി ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് പോകും. അതല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞാലും ആ പുള്ളി പിന്നെയും ശകലിച്ച് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും. പാത്രം എടുത്തുകൊണ്ട് പോയാലും പിന്നെ തിരിച്ചു പോയി എടുത്തുകൊണ്ട് വരുന്നതിന് പകരം എന്നാലും പുള്ളി അവിടെ ഇരുന്നിട്ട് ആ കയ്യെ പറ്റിയിരിക്കുന്ന അല്ലെങ്കിൽ സ്പൂണയിലും ബോർക്കയിലും പറ്റിയിരിക്കുന്ന ആ ഒരു അരപ്പും കാര്യങ്ങളൊക്കെ അത് പിന്നെയും ആസ്വദിച്ച് പിന്നെ കുറേ സമയം അവിടെ ഇരിക്കും. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്തിനാണ്? ഗ്ലട്ടണി, കൊതി. അതിങ്ങനെ ഒരു വ്യക്തിയെ ഭരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള അവസ്ഥകൾ, ഇൻഡീസൻ്റ് ആയിട്ടുള്ള ചില പെരുമാറ്റങ്ങളിലേക്ക് പോലും നമ്മൾ പോവുക. പ്രഭാഷകൻ 31:16 ആർത്തിയോടെ ചവയ്ക്കുന്നത്, ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരവസ്ഥ. ആർത്തിയോടെ ചവയ്ക്കുന്നവൻ അവജ്ഞാപാത്രമാകും. അവൻ്റെ മേൽ അവജ്ഞ, മറ്റുള്ളവർക്ക് അവനോട് അവജ്ഞ തോന്നും എന്നുള്ളത് ഈ വചനം നമ്മെ പഠിപ്പിക്കാം. 31:17 കൂടി എടുക്കുകയാണെങ്കിൽ മതിവരായിക കാണിക്കുന്നത്, ആവശ്യത്തിന് കഴിച്ചിട്ടും പോരാ ഇനിയും കഴിക്കണമെന്നുള്ള ആ ഒരു ചിന്ത, ഓവർ ഈറ്റിംഗ്. മതിവരായിക കാണിക്കുന്നത് നിന്ദനത്തിന് കാരണമാകും. നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തികൾ അന്നേരം ഒന്നും പറയുന്നില്ലേലും തീർച്ചയായിട്ടും നിന്ദാ വചനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കും. മറ്റുള്ളവരോടാണേലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടവരെ അവര് കമന്റ് പറയാതെ ഇരിക്കത്തില്ല. അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, കൃപാവരം ഭക്ഷണമാക്കുന്ന വ്യക്തികളുണ്ട്. കൃപയില്ലാത്ത ഭക്ഷണം കഴിക്കൽ, അതേക്കുറിച്ച് നമ്മൾ കണ്ടു. പക്ഷേ കൃപാവരമാണ് ചിലർക്ക് ഭക്ഷണം തന്നെ. നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ 4:34 വായിച്ചാൽ യേശു പറഞ്ഞൊരു കാര്യം, എൻ്റെ ഭക്ഷണം എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ്. ഇതുപോലെ ദിവ്യകാരുണ്യം മാത്രം ഭക്ഷണമാക്കി വർഷങ്ങളോളം ജീവിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ ജൂലിയാന ഫൽക്കോണിയേരി. അവസാനം ദിവ്യകാരുണ്യം പോലും തൊണ്ടേന്ന് താഴേക്ക് ഇറങ്ങാത്ത ഒരവസ്ഥയിൽ അവരെത്തി നിന്നു. പക്ഷെ അവിടെ ദൈവം വളരെ അത്ഭുതകരമായിട്ട് അവർക്ക് വേണ്ടി ഒരു ദിവ്യകാരുണ്യ അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്തു. മാർത്ത റോബിൻ ഒരു ഫ്രാൻസുകാരിയാണ്. 51 വർഷം അവർ ജീവിച്ചത് ഭക്ഷണം കഴിച്ചല്ല, വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് സാധാരണ ജീവിതം അവർ നയിച്ചു. എന്താണ്? വിശുദ്ധ കുർബാനയിലൂടെ കിട്ടിയ കൃപാവരം ഭക്ഷണമാക്കിയ വ്യക്തികളാണ് ഇവരൊക്കെ. നമുക്ക് ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ച് ആത്മനിയന്ത്രണത്തോടെ മുമ്പോട്ട് പോകാൻ വേണ്ട ആ ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ശിരസ് നമിക്കാം. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച നമുക്ക് ആ വചന നിറവിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.